പെരിയയിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രതിയായിട്ടുള്ള മുൻ MLA അടക്കമുള്ള ആളുകളെ ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ CPMന്റെ നേതാക്കൾ അവരെ ജയിലിൽ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതിൽ നിന്നും ജനത്തിന് വ്യക്തമാകുന്നത് CPMന്റെ നേതൃത്വത്തിൽ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുകയും കൊലപാതക രാഷ്ട്രീയത്തിന് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉള്ള ജനങ്ങൾ നടത്തുന്നുണ്ട്, ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPMന്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടാണ് പെരിയയിലെ ഇരട്ട കൊലപാതകം. കൊലപാതകങ്ങളിലെ പ്രതികളെ നേതാക്കൾ ജയിലിൽ സന്ദർശിക്കുന്നത് സമൂഹത്തിന് നൽകുന്നത് തികച്ചും തെറ്റായ ഒരു സന്ദേശമാണ്. ഇവർ ജയിലിൽ പോയത് ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിന്റെ പേരിലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയോ അല്ല ഈ ആളുകളൊന്നും ജയിലിൽ പോയിട്ടുള്ളത്. തെറ്റ് ചെയ്തവർക്ക് കൂട്ടുനിൽക്കുന്നവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്നൊരു സന്ദേശമാണ് ഈ സന്ദർശനത്തിലൂടെ അവർക്ക് നൽകുന്നത്. നാടുകളിൽ നമ്മുടെ നാട്ടിൽ ക്രിമിനലുകൾ വർദ്ധിക്കുന്നതിനും എന്ത് കുറ്റം ചെയ്താലും അവരെ സംരക്ഷിക്കാൻ തങ്ങളുടെ നേതാക്കൾ ഉണ്ട് എന്ന ആത്മവിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നതിന് ഇടയായിട്ടുള്ളത്. രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്ന CPM സമീപനത്തിൻ്റെ പരസ്യമായ തെളിവാണ് ഇന്നലെ ജയിലിലെത്തി കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലയാളികളെ കാണാനുള്ള ജയരാജൻ്റെ ശ്രമത്തിൽ നിന്നും തെളിവാകുന്നു. തീർച്ചയായിട്ടും CPM ആ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ വളരെ ശക്തമായ തെളിവാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഒരു സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരു രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്നവർക്ക് ആവശ്യമായ പ്രോത്സാഹനവും അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും ഒക്കെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങുന്ന CPMന്റെ ഉന്നത നേതാക്കൾ ഈ സമൂഹത്തിൽ നൽകുന്ന വലിയ ഒരു സന്ദേശം അക്രമികളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിലുള്ള പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അവിടെ അത്തരം ആളുകൾ കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചില വിവരദോഷികളുണ്ട്, വിഡ്ഢികളുണ്ട്. സ്വന്തം ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ജയിലിൽ പോയി കിടക്കുന്നത് ഏറ്റവും വലിയ മഹത്തരമാണെന്ന് പറയുന്നൊരു സംഭവമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രാഷ്ട്രീയ ഗുണ്ടയും ഒറ്റയ്ക്ക് ഒരാളെ നേരിട്ടതായിട്ട് കണ്ടിട്ടില്ല. ഒരു കൂട്ടം ആളുകൾ ഒരാൾ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ അവരെ വെട്ടുന്നതിന് എത്ര വെട്ടുന്നതും അല്ലെങ്കിൽ ഒറ്റ വെട്ടിന് കൊല്ലുന്നതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവരെ മാധ്യമങ്ങളടക്കം തമസ്കരിക്കേണ്ടതാണ്. അത്തരം ആളുകളെ ഈ പറയുന്നത് പോലെ അവർക്ക് അർഹമായിട്ടുള്ള ഒരു സംസ്കരണം മാധ്യമങ്ങൾ കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം ആൾക്കാരെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ സമ്മതിദാനം രേഖപ്പെടുത്തി അയച്ചിട്ടുള്ളവർ അവരെ പോയിട്ട് അത്തരം കൊലപാതക ക്രിമിനലുകളെ പോയിട്ട് ജയിലിൽ സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ അവർ ജനാധിപത്യ വിരുദ്ധരായി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഒരു കാരണവശാലും നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയും ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളോ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു കൊലപാതകങ്ങളോ അക്രമങ്ങളോ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് ഘടകവിരുദ്ധമായിട്ട് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഫലമായി ഇന്നലെ അദ്ദേഹം ഇവിടെ പോയി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ പോയി കണ്ടത്. അദ്ദേഹം പോയി ജയിൽ സംരക്ഷണ സമിതിയുടെ അംഗമെന്ന നിലയിലാണ് പോയത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അവരെ പോലെയുള്ള കൊടു ക്രിമിനലുകളായ പാർട്ടി അണികൾക്ക് ഇനിയും അതിനുള്ള പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പോകുന്നത്. ഗവൺമെന്റ് ഇനിയും ഇത്തരം പ്രവണതകൾ കടിഞ്ഞാണിട്ടില്ല എങ്കിൽ ഒട്ടനവധി കൃപേഷുമാരും ശരത് ലാലുകളും ഈ രാജ്യത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ആവശ്യമായ പരോളടക്കം അവരുടെ ജീവിത സൗകര്യങ്ങളടക്കം അവരുടെ വിവാഹം കേരളാംശമടക്കം എല്ലാ സംവിധാനങ്ങൾക്കും പാർട്ടി ഒത്താശ ചെയ്യുന്നു എന്നതോടൊപ്പം തന്നെ നിരന്തരം CPMന്റെ ഉന്നത നേതാക്കന്മാര് ഇവരെ ജയിലിൽ സന്ദർശിച്ച് പൊതുസമൂഹത്തിന് വളരെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ CPMന്റെ അക്രമ രാഷ്ട്രീയത്തെ മഹത്വൽക്കരിക്കുന്ന സന്ദേശം നൽകുന്ന ഈ പ്രവൃത്തി തീർത്തും ജനവിരുദ്ധമാണ്. ഒരു നല്ല സന്ദേശമല്ല CPM നാടിന് നൽകുന്നത്. CPMന്റെ നിലപാട് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. യുവാക്കളെ കൊന്നൊടുക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ പതിവായിരിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ കൊന്നൊടുക്കുന്നത് ആരാണ്? CPM എന്ന ഈ കേരളം ഭരിക്കുന്ന പാർട്ടി. എന്നിട്ട് കൊന്നൊടുക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വവും കേരള സർക്കാരിന്റെ ഈ നാട്ടിലെ ജനങ്ങളെ നികുതിപ്പണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ്
പ്രതികളെ സംരക്ഷിക്കുന്നത്. ഈ CPM എന്ന പാർട്ടി കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കിയില്ലെങ്കിൽ ഈ കേരള സംസ്ഥാനം മറ്റൊരു കൊലപാതക രാഷ്ട്രീയ ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, നിഷ്പക്ഷരായ ആളുകൾക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക്, മതേതരത്വ വിശ്വാസികൾക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ, ഈ സംസ്ഥാനത്ത് നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്.